all, welcome to a new section of Go Learners. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ S4 കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻസിന് വരുന്ന ഗ്രാഫ് തിയറി എന്ന് പറയുന്ന സബ്ജക്റ്റ് ആയിട്ടാണ്. ഓക്കെ, നമ്മുടെ S4 നമ്മുടെ മാത്സ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് വരുന്ന, അതായത് 2019 സ്കീമിൽ നമുക്ക് വരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഗ്രാഫ് തിയറി. ഇപ്പോൾ ഗ്രാഫ് തിയറി എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, ഗ്രാഫ്സ് ആണ്, ഗ്രാഫ്സിൽ നിന്നുള്ള മാത്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് എങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ക്ലാസ്സസ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ മൊഡ്യൂൾ 1 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ മൊഡ്യൂൾ 1 വരുമ്പോൾ നമുക്ക് കവർ ചെയ്യേണ്ട പോർഷൻസ് എന്ന് പറയുന്നത് ഇത്രയുമാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് വരുന്നത് നമ്മുടെ ഗ്രാഫിന്റെ ഇൻട്രൊഡക്ഷൻ, അതിന്റെ ബേസിക് ഡെഫിനേഷൻ, എന്താണ് ഗ്രാഫ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഫസ്റ്റ് ഉള്ളത്. പിന്നെ ഗ്രാഫിന്റെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ നമുക്ക് ഈ ഗ്രാഫ് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ പ്രോബ്ലത്തിന് സൊല്യൂഷൻസ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടാം, ഏതൊക്കെ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്താൽ നമുക്ക് ഗ്രാഫ് ഉപയോഗിച്ചിട്ട് സൊല്യൂഷൻസ് കിട്ടും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വരുന്നതാണ് ഫൈനൈറ്റ്, ഇൻഫൈനൈറ്റ്, അതുപോലെ തന്നെ ബൈപാർട്ടേറ്റ് ആയിട്ടുള്ള ഗ്രാഫുകൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ നമുക്ക് വരുന്നത് ഇൻസിഡൻസ്, ഡിഗ്രി ആൻഡ് ഐസൊലേറ്റഡ് വേർട്ടെക്സ് എന്താണ്, അതിന്റെ കൺസെപ്റ്റ് പഠിക്കണം. പിന്നെ പെൻഡന്റ് വേർട്ടെക്സ്, നൾ ഗ്രാഫ്, ഇതെല്ലാം ഒരു തിയറി പോർഷൻ പോലെയാണ്. ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് മനസ്സിലാക്കി പഠിച്ചു വെക്കാം. എപ്പോൾ ചോദിച്ചാലും നമുക്ക് സ്മോൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ ഇതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ നമുക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഐസോമോർഫിസം. എല്ലാ തവണയും നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള പോർഷൻ ആണ്. അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെ ഗ്രാഫ്സ് വരയ്ക്കാം. പിന്നെ വാക്സ് എന്ന് പറയുന്നതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ തന്നെയാണ്. അതായത് നമ്മുടെ ഗ്രാഫിൽ നിന്ന് എങ്ങനെ വാക്സ് ഉണ്ടാക്കാം, പിന്നെ പാത്ത് സർക്യൂട്ടുകൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്, പിന്നെ കണക്റ്റഡ് ഗ്രാഫ്, ഡിസ്കണക്റ്റഡ് ഗ്രാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് നോക്കാനായിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഐസോമോർഫിസം, വാക്സ്, സബ് ഗ്രാഫ്സ്, പാത്ത് സർക്യൂട്ട്, പിന്നെ ഫൈനൈറ്റ്, ബൈപാർട്ടേറ്റ് ഗ്രാഫ്, പെൻഡന്റ് വേർട്ടെക്സ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഇൻട്രൊഡക്ഷൻ വെച്ച് നമുക്കൊന്ന് തുടങ്ങാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് കുറച്ച് തിയറംസ്, പ്രൂഫ്സ്, കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അത് നമ്മൾ ഓരോ മൊഡ്യൂൾ വൈസിൽ നമ്മൾ പഠിച്ചു പോകും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ഫസ്റ്റ് പോർഷൻ തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ്. ഇൻട്രൊഡക്ഷൻ ടു ഗ്രാഫ് എന്താണ്? സിംപ്ലി ഒരു ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു ഗ്രാഫ്, ഒരു എക്സാമ്പിൾ ഞാൻ വരയ്ക്കാം. ഇതൊരു ഗ്രാഫാണ്. എ ലീനിയർ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് വി കോമ ഇ. ഒരു ഗ്രാഫിന് എന്തുണ്ടാവും? ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ അതിനെ കൊടുക്കുമ്പോൾ വി കോമ ഇ എന്നുള്ള രീതിയിൽ നമ്മൾ ഗ്രാഫിനെ കൊടുക്കും. ഓക്കെ, ഇതില് നമ്മുടെ സെറ്റ് ഓഫ് ഒബ്ജക്ട്സ് എന്ന് പറയുന്നതാണ് വി. അതായത് ഇപ്പൊ ഈ ഒരു കേസിൽ ഇത് V1, ഇത് V2, ഇത് V3. അതായത് ഇത് കണക്ട് ചെയ്യുന്ന സെറ്റ് ഓഫ് പോയിന്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേർട്ടെക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേർട്ടെക്സ്. ആൻഡ് അനദർ സെറ്റ്, വേറൊരു സെറ്റ് നമുക്ക് ഇവിടെ ഉണ്ട്, E1. ഇതൊരു എഡ്ജ്, ഇതൊരു E2. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് E ഈക്വൽ ടു E1, E2, V ഈക്വൽ ടു V1, V2, V3. ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു ഗ്രാഫിന്റെ കേസിൽ എഴുതാം. ഓക്കെ, അപ്പൊ മനസ്സിലായോ? ഇങ്ങനെയുള്ള ഈ കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളാണ് എഡ്ജസ്, അതിന്റെ ആ പോയിന്റുകളാണ് എന്ത്? വെർട്ടിക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക ഇങ്ങനെ പെയർ ഫോമിലായിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇപ്പൊ ഈ E1 എന്ന് പറയുന്നത് V1ന്റെയും V2ന്റെയും ഇടയിലുള്ള എഡ്ജ് ആണ് എന്ത്? E1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്കിത് അസോസിയേറ്റ് ചെയ്ത് പറയാം. ശരിക്കും നമ്മുടെ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു നോഡാണ്, അല്ലെങ്കിൽ ഒരു ജംഗ്ഷൻ ആണ്, ഒരു പോയിന്റ് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. എഡ്ജ് എന്ന് വെച്ചാൽ അതൊരു ബ്രാഞ്ച് ആണ്, ഒരു ലൈൻ ആണ്, നമ്മൾ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു ലൈൻ ആണ്. അതിനെ നമുക്ക് ഇപ്പൊ ലൈൻ അല്ല, ആർക്കായിട്ടോ അല്ലെങ്കിൽ സിംപ്ലക്സ് ആയിട്ടോ ഒക്കെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സിംപ്ലി ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ ബേസിക് ഇൻട്രൊഡക്ഷൻ. ലീനിയർ ഗ്രാഫിന് നമ്മൾ ഈ ഫോമിൽ റെപ്രസെന്റ് ചെയ്യും. അതിന്റെ നോഡുകളെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് വേർട്ടെക്സ് ഉണ്ടാവും, അതിനെ കണക്ട് ചെയ്യുന്ന ബ്രാഞ്ചസിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ടാവും? എഡ്ജസ് ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ഈ ഒരു ഫോമിലാണ്. പിന്നെ രണ്ട് വേർട്ടെക്സുകളെ കണക്ട് ചെയ്യുന്നതായിരിക്കും എന്ത്? ഒരു എഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റ് പോർഷനിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനുള്ളത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് നമുക്ക് ഇനി ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു എക്സാമ്പിൾ നോക്കുമ്പോൾ നമ്മൾ ഏത് രീതിയിലാണ് ഒരു ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യുക? G ഈക്വൽ ടു V കോമ E എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഒരു ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യാം, അല്ലെ?
നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു ഗ്രാഫിനെ ജി ഇൻറ്റു വി കോമ ഇ. ഇവിടെ നമുക്ക് എത്ര വേർട്ടെക്സുകൾ ഉണ്ട്? നമ്മൾ വേർട്ടെക്സിനെ ഒരു ഓർഡേർഡ് പെയർ ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ നമുക്ക് എത്ര വേർട്ടെക്സുകൾ ഉണ്ട്? V1, V2, V3, V4, V5. ഓക്കെ, ഇങ്ങനെ 5 വേർട്ടെക്സ് ആണ് നമുക്കുള്ളത്. അതിനെ നമ്മൾ വേർട്ടെക്സിന്റെ കോളത്തിൽ ഇട്ടു. പിന്നെ നമുക്കിവിടെ എത്ര എഡ്ജുകൾ ഉണ്ട്? E1, E2, E3, E4, E5, E6. ഓക്കെ, നമുക്ക് E7, നമുക്ക് 7 എഡ്ജുകളാണ് ഇവിടെ ഉള്ളത്. അതിനെ നമ്മൾ എഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർഡ് പെയർ ആയിട്ട് ആ ഒരു രീതിയിലും റെപ്രസെന്റ് ചെയ്തു. ഇനി നമുക്ക് E1 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക? എവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്, എവിടെ നിന്നാണ് എൻഡ് ചെയ്യുന്നത്? V2ൽ തുടങ്ങി V2ലാണ് ഇത് എൻഡ് ചെയ്യുന്നത്. V2നെ കണക്ട് ചെയ്യുന്നതാണ്. ഈ ഒരു രീതിയിലാണ് നമ്മൾ എഡ്ജുകളെ റെപ്രസെന്റ് ചെയ്യാന്ന് നേരത്തെ പറഞ്ഞു. 2 വേർട്ടെക്സുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരുന്ന എഡ്ജസിന് നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയും. അത് നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി E2 എന്ന് പറയുന്ന എഡ്ജ് എടുക്കുമ്പോൾ നമ്മൾ അതിന്റെ പേര് എങ്ങനെ മാർക്ക് ചെയ്യും? V2, V4 എന്നുള്ള രീതിയിൽ മാർക്ക് ചെയ്യും. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, E2 എന്ന് പറയുന്നത് V2നെയും V4നെയും കൂടെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്ജ് ആണ്. അതുപോലെ E3 എടുക്കുകയാണെങ്കിൽ V1നെയും V2നെയും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എഡ്ജ് ആണ്. അതാണ് ഈ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബേസിക് ആയിട്ട് ഒരു ഗ്രാഫിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. ഓക്കെ, ഇനി ഈ ഒരു ഫിഗർ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഗ്രാഫിന് നമ്മൾ വി കോമ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഇവിടെ എത്ര വേർട്ടെക്സുകൾ ഉണ്ട്? ABCD വേർട്ടെക്സുകൾ ഉണ്ട്. ഇവിടെയുള്ള എഡ്ജസ് നമ്മൾ ഇവിടെ ഡിനോട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഓർഡേർഡ് പെയർ ആയിട്ട് ഇത് കണ്ടോ, ഇത് E1 എന്ന് പറയുന്ന ഈ ഒരു എഡ്ജിനെ നമുക്ക് ഈ ഒരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. E2 എന്ന് പറയുന്ന എഡ്ജിന് ഈ ഒരു രീതിയിൽ നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്തു. അതുപോലെ ഇവിടെ നമുക്ക് എഡ്ജുകളെ റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്, ഇതൊരു എഡ്ജാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഈ 1 എഴുതിയ എഡ്ജിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? AC. 2 എഴുതിയ എഡ്ജിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? AB. പിന്നെ നമ്മൾ BC മൂന്നാമത്തെ എഡ്ജ്, CD നാലാമത്തെ എഡ്ജ്. ഓക്കെ, ഈ ഒരു രീതിയിൽ നമ്മൾ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക് ആയിട്ട് ഗ്രാഫ് റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ മൈൻഡിലേക്ക് വരേണ്ടത്. ഓക്കെ, സിംപ്ലി ഇതാണ് ഗ്രാഫ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് സെൽഫ് ലൂപ്പ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പഠിക്കാനുണ്ട്. എന്താണ് സെൽഫ് ലൂപ്പ്? സെയിം വെർട്ടെക്സ് ആസ് ബോത്ത് ഇറ്റ്സ് എൻഡ് വെർട്ടെക്സ്. അതായത് സെയിമിൽ നിന്ന് ഇപ്പൊ V2, ഇപ്പൊ ഇവിടെ E1 എന്ന് പറഞ്ഞാൽ എന്താ? E1നെ നമുക്ക് V2, V2, V2വിൽ നിന്ന് തുടങ്ങി V2വിൽ തന്നെ അവസാനിക്കുന്നു. അതായത് അതിന്റെ എൻഡ് വെർട്ടെക്സും സ്റ്റാർട്ട് വെർട്ടെക്സും സെയിം ആണ്. അങ്ങനെയുള്ള ടൈപ്പ് വേർട്ടെക്സുകളെ, അങ്ങനെ ഫോം ചെയ്യുന്ന എഡ്ജുകളെ നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയും. ഇവിടെ നമ്മുടെ V2 എന്ന് പറയുന്ന ഈ ഒരു E1 എന്ന് പറയുന്ന ഈ എഡ്ജിനെയാണ് നമ്മൾ സെൽഫ് ലൂപ്പ് എന്ന് പറയാം. നമുക്കറിയാം എഡ്ജിനെ നമ്മൾ വേർട്ടെക്സ് പെയർ ആയിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ തന്നിട്ടുള്ള ഫിഗറിൽ E1 എന്ന് പറയുന്ന എഡ്ജ് എന്താണ്? സെൽഫ് ലൂപ്പ് ആണ്. എന്തുമായിട്ട്? വെർട്ടെക്സ് പെയർ ആയിട്ടുള്ള V2 എന്നുള്ള വെർട്ടെക്സ് പെയറുമായിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു സെൽഫ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക് കൺസെപ്റ്റ്. ഇനി ഇതിൽ നമുക്ക് പാരലൽ എഡ്ജസ് എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. മോർ ദാൻ വൺ എഡ്ജ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ പെയർ ഓഫ് വെർട്ടെക്സസ്. ഓക്കെ, പാരലൽ എഡ്ജസ്, മോർ ദാൻ വൺ എഡ്ജ് അസോസിയേറ്റഡ് വിത്ത് എ ഗിവൺ പെയർ ഓഫ് വെർട്ടെക്സ്. അതായത് ഇപ്പൊ നമുക്ക് ഒരു വെർട്ടെക്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഒന്നിൽ കൂടുതൽ ഒരു പെയർ ഓഫ് വെർട്ടെക്സുമായിട്ട് നമുക്ക്, ഇതായത് ഇപ്പോൾ ഇവിടെ E4ഉം E5ഉം കണ്ടോ, ഇത് കണക്ട് ചെയ്തിട്ട് നമുക്ക് 2 വെർട്ടെക്സ്, ഈ 2 വെർട്ടെക്സും അതായത് E4ഉം E5ഉം വരുന്നത് വെർട്ടെക്സ് V1നെയും V3നെയും കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ഒരു എഡ്ജ് തന്നെ അതായത് ഒരു എഡ്ജിൽ കൂടുതൽ, മോർ ദാൻ വൺ എഡ്ജ്, 2 വെർട്ടെക്സുകളെ കണക്ട് ചെയ്യാൻ ഒന്നിൽ കൂടുതൽ എഡ്ജുകൾ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പറയും? പാരലൽ എഡ്ജസ് എന്ന് പറയും. ഈ ഒരു ഫിഗറിൽ E5ഉം E4ഉം എന്താണ്? പാരലൽ എഡ്ജസ് ആണ്. ഇനി ഒരു ഗ്രാഫ്, സിമ്പിൾ ഗ്രാഫ് എന്ന് വെച്ചാൽ എന്താ? ആ ഗ്രാഫിന് എന്തുണ്ടാവില്ല? സെൽഫ് ലൂപ്പുകളോ അല്ലെങ്കിൽ നോൺ പാരലൽ എഡ്ജുകളോ ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. A graph is also called linear complex, A1 complex or one dimensional complex. അങ്ങനെയുള്ള ഈ ഒരു ഗ്രാഫിനെ, സിമ്പിൾ ഗ്രാഫിന് നമ്മൾ എന്ത് പറയാം? അതായത് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇതിന് ഇതിനുണ്ടോ സെൽഫ് ലൂപ്പ് ഉണ്ടോ? പാരലൽ എഡ്ജ് ഉണ്ടോ? ഇല്ല. ഇനി ഇങ്ങനെ ഒരു ഗ്രാഫ്,
ഇതിന് ഉണ്ടോ എങ്ങനെ എന്തെങ്കിലും? ഇല്ല. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് വരുന്ന ഗ്രാഫുകളെയാണ് നമ്മൾ സിമ്പിൾ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമുക്ക് വിളിക്കാവുന്ന വേറെ പേരാണ് ലീനിയർ കോംപ്ലക്സ്, വൺ കോംപ്ലക്സ് അല്ലെങ്കിൽ വൺ ഡയമെൻഷണൽ കോംപ്ലക്സ് എന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് ഇത്രയാണ് നമ്മുടെ ബേസിക് ഇൻട്രൊഡക്ടറി പാർട്ടിൽ പഠിക്കാനുള്ളത്. ബാക്കി നമുക്ക് അടുത്ത സെക്ഷനിൽ നോക്കാം. അപ്പൊ നിങ്ങൾ ഈ ബേസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിന് നമുക്ക് അടുത്ത സെക്ഷനിൽ കൂടുതൽ ആപ്ലിക്കേഷൻ ലെവലായിട്ട് പോവാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.